കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരൽപ്പം ചിക്കൻ അടിപൊളി ടേസ്റ്റിലൊന്ന് വരട്ടിയെടുക്കാം. ചോറിനും ചപ്പാത്തിക്കും ദോശയുടെയും അപ്പത്തിൻ്റെയും കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും വീഡിയോ കണ്ട അഭിപ്രായം പറയണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കില്ല കേട്ടോ. അതിനായിട്ട് 500 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളം വരാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 സ്പൂൺ ചിക്കൻ മസാലയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പൊടിയുപ്പാണ് ചേർത്തത്, അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാനും വരട്ടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്തത് കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് തിരുമ്മി പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ. ഈ സമയം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് 2 ഏലക്ക, 2 ഗ്രാമ്പൂ, ഒരു കഷ്ണം പട്ടയും കൂടി ചേർത്ത് ഒന്ന് ചൂടാവട്ടെ. കൂടെ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഈ സ്പൈസസ് ഒക്കെ ഒന്ന് എണ്ണയിൽ മൂത്ത് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് മൂത്താൽ മതി. സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്തിട്ടാൽ നല്ലത്. പിന്നെ വേണ്ടത് 5-6 വെളുത്തുള്ളി അല്ലിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം. 1-2 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്ത് ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഒരു പഴുത്ത വലിയ തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം ഒന്ന് വഴന്നാൽ മതി കേട്ടോ. കൂടുതലങ്ങ് ബ്രൗൺ കളറായിട്ടൊന്നും വരേണ്ട ആവശ്യമില്ല. ചിക്കൻ ഇതിലേക്ക് ചേർത്ത് നമ്മൾ വീണ്ടും വേവിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്തുടഞ്ഞ് ഗ്രേവിയിലേക്ക് പിടിച്ചോളും. ഇത്രയും മതി. ഇനി നമുക്കതൊന്ന് സിമ്മിലിട്ടിട്ട് ഇതിലേക്ക് ഒരല്പം പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ ചേർത്തത്. അപ്പോൾ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് മല്ലിപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 സ്പൂൺ ചിക്കൻ മസാലയും പിന്നെ ഒരല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടി. ചിക്കനിൽ നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്, ചിക്കൻ മസാലയും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. പൊടികളുടെ കുത്തൊന്നും അധികം വരാൻ പാടില്ല. എന്നിട്ട് നമുക്കിത് സിമ്മിലിട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. മസാലയിനൊന്ന് ചൂടായിട്ട് വരട്ടെ. കരിയാനൊന്നും പാടില്ല. പാനൊക്കെ ചൂടായിരിക്കുമ്പോൾ ഈ പൊടിയുടെ കരിഞ്ഞ ഫ്ലേവറൊന്നും വരാൻ പാടില്ല കേട്ടോ. അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുത്തു. ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. തൈരിലൊക്കെ കടന്ന് നല്ലപോലെ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നമ്മൾ ചേർത്ത സ്പൈസസിൻ്റെ ഫ്ലേവറും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതും അതിൻ്റെ ഫ്ലേവറെല്ലാം കിട്ടാൻ, പൊടികളുടെയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ലൈറ്റായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിക്കനിൽ ഒരല്പം വെള്ളം ഉണ്ടാവും, അതിങ്ങനെ ഇറങ്ങി വരും, എല്ലാവർക്കും അറിയാലോ. ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്തു. 1/2 ഗ്ലാസോളം മതി കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കി ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ ചിക്കൻ ഏകദേശം പകുതിയോളം വെന്തിട്ടുണ്ട്. ഇത് ഈ പരുവത്തിൽ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയോ മല്ലിച്ചപ്പോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ സിമ്മിലോ ഇട്ടിട്ടൊന്ന് വരട്ടി എടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. മസാലയൊക്കെ ഈ ചിക്കനിലേക്ക് അങ്ങ് പിടിച്ച് സൂപ്പർ ടേസ്റ്റി ആയിട്ട് വരും. ഇഷ്ടമുള്ളവർക്ക് മല്ലിച്ചപ്പൊക്കെ ചേർത്താൽ മതി. സൂപ്പർ ചിക്കൻ വരട്ടി റെഡിയായി.